ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ആത്മീയ വിവരണങ്ങൾ, പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിന്റെ പുനർവിവരണമാണ്. സന്യാസിയാകുവാനുള്ള എന്റെ പരിശ്രമം എന്ന അധ്യായവും ബാബാജിയുമായുള്ള മൂന്നാമത്തെ സംഭാഷണങ്ങൾ എന്ന അധ്യായവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. അന്നെനിക്ക് 20 വയസ്സായിരുന്നു. സന്യാസ ജീവിതം സ്വീകരിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ ശക്തമായി വളരുന്ന സമയമായിരുന്നു അത്. എന്നാൽ എൻ്റെ ഗുരുവായ ബാബാജി എന്നെ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. അതെൻ്റെ ആവേശപരമായ സ്വഭാവം കൊണ്ടാണോ അല്ലെങ്കിൽ എന്നെ പരീക്ഷിക്കാനാണോ എന്നത് എനിക്ക് തന്നെ വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ കരുതിയത് ഇതായിരുന്നു: ഞാൻ സന്യാസം സ്വീകരിച്ചാൽ ഒരു നാൾ ഗുരു അതിൽ അഭിമാനിക്കുമെന്ന്. ആ ദിവസങ്ങളിൽ ഋഷികേശിനടുത്തുള്ള മൗനി ബാബയുടെ ഗുഹയിൽ എന്നെ വിട്ട് മഹേശ്വർനാഥ് ബാബാജി എവിടെയോ അജ്ഞാതമായ ഒരു ആത്മീയ സഞ്ചാരത്തിലായിരുന്നു. ഗംഗയുടെ മറുകരയിൽ ശാന്തതയും പുരാതനതയും നിറഞ്ഞൊരാശ്രമവും അതിനു മുന്നിലായി നിശബ്ദമായി വിരിഞ്ഞൊരു ഘാട്ടുമുണ്ടായിരുന്നു. ദശനാമി പാരമ്പര്യവുമായി ബന്ധമുള്ള ആചാരങ്ങൾ കർശനമായി പാലിക്കുന്നൊരു മഠമായിരുന്നു അത്. എന്റെ പതിവ് പുലർച്ചെ 4 മണിക്ക് ഗംഗയിൽ സ്നാനം ചെയ്യാനും ധ്യാനമനുഷ്ഠിക്കാനുമായി ആ ഘാട്ടിലെത്തുക എന്നതായിരുന്നു. അവിടെ പതിവായി എത്താറുണ്ടായിരുന്ന ഒരു മുതിർന്ന സന്യാസിയുമായി ഞാൻ പരിചയപ്പെട്ടു. ജപധ്യാനം കഴിഞ്ഞാൽ വേദാന്തത്തിലെ സൂക്ഷ്മ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ ദീർഘമായി സംസാരിക്കുമായിരുന്നു. അത്യന്തം ശാന്തനും സുതാര്യമായ ചിന്തകളുള്ളവനുമായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിലൂടെ സന്യാസത്തിലേക്ക് കടക്കാമെന്നൊരു പ്രതീക്ഷ എന്റെ ഉള്ളിൽ ഉദിച്ചു. ആ ചിന്ത മനസ്സിൽ ഉറപ്പിച്ചതോടെ ഒരു പ്രഭാതത്തിൽ ഗുരുവിന് മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ഞാൻ സന്യാസിയെ സമീപിച്ചു ചോദിച്ചു, സന്യാസ ജീവിതത്തിന് ഞാൻ യോഗ്യനാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ആ മാർഗത്തിലേക്ക് നയിക്കാമോ? അദ്ദേഹം കുറച്ചുനേരം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഉള്ളിലെ ഉത്സുകതയും വികാരവും വായിക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. പിന്നെ ശാന്തമായി പറഞ്ഞു, നിനക്ക് യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു തടസ്സമുണ്ട്. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന പരമ്പരയിൽ ആശ്രമാധിപയ്ക്ക് മാത്രമേ സന്യാസ ദീക്ഷ നൽകാനുള്ള അധികാരമുള്ളൂ. അതും ആശ്രമത്തിൽ ദീർഘകാലം കഴിഞ്ഞ ശിഷ്യന്മാർക്ക് മാത്രമാണ്. അതിനാൽ ഔപചാരികമായി അത് സാധ്യമല്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം തുടർന്നു, എന്നാൽ ഗംഗയെ സാക്ഷിയാക്കി ആശ്രമപരിധിക്ക് പുറത്തുവച്ച് ഞാൻ നിന്നെ സന്യാസത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്നൊരു പാരമ്പര്യ അനുമതിയുണ്ട്. പൗർണമിക്ക് മുൻദിനം തലമുണ്ടനം ചെയ്യുക. കാഷായ വസ്ത്രം, കുറച്ച് പൂക്കൾ, ഒരു നാണയം, ഇവയുമായി പുലർച്ചെ 4 മണിക്ക് ഇവിടെ എത്തുക. ആനന്ദമടക്കാനാവാതെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഞാൻ മടങ്ങി. മുണ്ടിത ശിരസും കാഷായ വസ്ത്രവും കണ്ടാൽ ബാബാജി എത്ര സന്തോഷിക്കുമെന്ന ചിന്തയിൽ ഞാൻ മുങ്ങിയിരുന്നു. നിശ്ചയിച്ച ദിവസം രാവിലെ എല്ലാം തയ്യാറാക്കി ഞാൻ ഘാട്ടിൽ കാത്തുനിന്നു. കുറച്ചു നേരത്തിനകം സന്യാസിയെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ പ്രതീക്ഷിച്ച പ്രകാശമില്ലായിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശബ്ദം വിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഗുരുവിന്റെ അനുവാദമില്ലാതെ നീ ഒരു ചുവടുപോലും എടുക്കരുത്. നിന്നെ സന്യാസത്തിൽ നിന്ന് ഗുരു വിലക്കിയിട്ടുണ്ടെന്ന കാര്യം നീ എന്നോട് പറയേണ്ടതായിരുന്നു. ഞാൻ ലജ്ജയോടെ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജ്, ഗുരു എന്നെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ തെറ്റായി കരുതി. അദ്ദേഹം ഗൗരവത്തോടെ മറുപടി നൽകി, സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നത് ആത്മീയ മാർഗത്തിലെ വലിയ തെറ്റാണ്. ഇന്നലെ രാത്രി ധ്യാനത്തിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. ഉയരമുള്ള ജടാധാരിയായ ഒരു യോഗി അകത്തുവന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മഹേശ്വർനാഥ്. ആ ബാലന്റെ വഴിയെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരം നിനക്കില്ല. ചില കാരണങ്ങളാൽ ഞാൻ അവനെ സന്യാസത്തിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. അദ്ദേഹം എന്നോട് വീണ്ടും പറഞ്ഞു, നിനക്കുള്ള കരുതൽ പ്രശംസനീയമാണ്, പക്ഷേ ഗുരുവിന്റെ നിർദ്ദേശം മാറ്റാനാവില്ല. അന്നുതന്നെ ബാബാജി തിരികെ എത്തി. എൻ്റെ മുണ്ടിത ശിരസിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുടി വീണ്ടും വളരും. തലമുണ്ടനം നിനക്ക് ചേരുന്നുണ്ടെങ്കിലും സന്യാസം നിനക്കുള്ള വഴിയല്ല. ഇനി അത്തരം സാഹസം കാണിക്കരുത്. നാളെ പുലർച്ചെ നമുക്ക് ഉത്തരാകാശിയിലേക്ക് പോകാം. അങ്ങനെ ഔപചാരിക സന്യാസ ജീവിതമെന്ന എൻ്റെ ആഗ്രഹം അവിടെ അവസാനിച്ചു. പക്ഷേ ആത്മീയ യാത്ര അതോടെ അവസാനിച്ചില്ല. അത് മറ്റൊരു രൂപത്തിൽ തുടർന്നിരുന്നു.
ഒരു സന്ധ്യയ്ക്ക് ഞാൻ ബാബാജിയോട് ഉപനിഷത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, ബാബാജി, ഒരിക്കൽ എനിക്ക് മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. ഗൗഡപാദരുടെ കാരികകളും വ്യാഖ്യാനങ്ങളും വളരെ ആഴമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ബോധത്തിന്റെ വിവിധ നിലകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ എൻ്റെ മനസ്സിൽ പൂർണ്ണമായി ഉറച്ചിട്ടില്ല. പ്രത്യേകിച്ച് പ്രജ്ഞയുടെ തലങ്ങൾ, അവയെ അനുഭവതലത്തിൽ ഗ്രഹിക്കുവാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ബാബാജി പറഞ്ഞു, ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു ലളിതമായ കഥ പറയാം. ഒരു ദിവസം രാജർഷിയായി അറിയപ്പെട്ടിരുന്ന ജനക മഹാരാജാവിന് ഒരു അതിശയകരമായ സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ അദ്ദേഹം കീറിയ വസ്ത്രങ്ങളോടെ ഒരു ഭിക്ഷാപാത്രം കയ്യിൽ പിടിച്ച് വിശപ്പോടെ അലഞ്ഞുതിരിയുന്ന ഒരാളായി തന്നെയാണ് സ്വയം കണ്ടത്. അത്രയധികം യാഥാർത്ഥ്യബോധമുണ്ടായിരുന്നതിനാൽ വിശപ്പിൻ്റെയും ക്ഷീണത്തിൻ്റെയും വേദന അവൻ ശരിക്കും അനുഭവിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഉണർന്നു. ചുറ്റും നോക്കിയപ്പോൾ രാജകീയമായ കൊട്ടാരവും സമ്പത്തും സേവകരുമാണ്. അപ്പോൾ ഒരു സംശയം അദ്ദേഹത്തെ പിടികൂടി. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? സ്വപ്നത്തിലെ ഭിക്ഷക്കാരനോ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന രാജാവോ? സ്വപ്നത്തിലായിരുന്നപ്പോൾ ഭിക്ഷക്കാരനായ അവസ്ഥ തന്നെ സത്യമെന്ന് തോന്നിയിരുന്നു. ഉണർന്നപ്പോൾ രാജാവായിരിക്കുന്ന അവസ്ഥയും അതുപോലെ യാഥാർത്ഥ്യമായി അനുഭവപ്പെട്ടു. ഈ പ്രഹേലികയ്ക്ക് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം മഹാമുനി യാജ്ഞവൽക്യന്റെ അടുക്കൽ ചെന്നു. അവിടെ ബോധത്തിന്റെ വിവിധ നിലകളെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ കഥ നേരിട്ട് മാണ്ഡൂക്യോപനിഷത്തിൻ്റേതല്ലെങ്കിലും അവിടെ ചർച്ച ചെയ്യുന്ന സാരാംശം ഇതേ വിഷയമാണ്. ബാബാജി തുടർന്നു, ഇനി ശ്രദ്ധയോടെ കേൾക്കൂ. ബോധത്തിന് 4 നിലകളുണ്ടെന്ന് ഉപനിഷത്ത് പറയുന്നു. ഒന്നാമത് ജാഗ്രത്, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. രണ്ടാമത് സ്വപ്നം, നാം സ്വപ്നം കാണുന്ന അവസ്ഥ. മൂന്നാമത് സുഷുപ്തി, സ്വപ്നങ്ങളില്ലാത്ത ആഴത്തിലുള്ള ഉറക്കം. നാലാമത് ഇവ 3നും അതീതമായ തുരീയാവസ്ഥ. ആദ്യത്തെ 3 നിലകളിൽ പ്രജ്ഞ പ്രവർത്തിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം അസത്യമാണെന്ന് തോന്നും. എന്നാൽ സ്വപ്നം കാണുന്ന സമയത്ത് അതല്ലാതെ മറ്റൊരു യാഥാർത്ഥ്യം നമുക്കറിയില്ല. സ്വപ്നത്തിലെ അനുഭവങ്ങൾ, വേദനയും സന്തോഷവും ഭയവും എല്ലാം അത്രത്തോളം യാഥാർത്ഥ്യമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ കൂടുതൽ സമയം നീണ്ടുനിൽക്കുന്നതിനാൽ അത് കൂടുതൽ യാഥാർത്ഥ്യം പോലെ തോന്നുന്നു. പക്ഷേ സ്വപ്നാവസ്ഥയിൽ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നില്ല. അഗാധനിദ്രയിൽ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തനം നിർത്തുന്നു. അഹങ്കാരബോധമായ ഞാൻ എന്ന അനുഭവം പോലും അവിടെ നിലയ്ക്കുന്നു. എന്നിരുന്നാലും ഉണർന്നപ്പോൾ നാം പറയുന്നു, എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ആഴത്തിലുള്ള ഉറക്കത്തിലും എന്തോ ഒന്ന് ശാന്തതയും ആനന്ദവും അനുഭവിക്കുന്നുണ്ട്. അതൊരു ബോധമാണോ അബോധമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു അതിസൂക്ഷ്മാവസ്ഥ. ഇവയെല്ലാം തമ്മിൽ നിന്നും വ്യത്യസ്തമാണ് തുരീയാവസ്ഥ. അത് മറ്റൊരവസ്ഥയല്ല, മറിച്ച് എല്ലാ അവസ്ഥകളിലും സാക്ഷിയായി നിലകൊള്ളുന്ന ശുദ്ധപ്രജ്ഞയാണ്. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും ഉറക്കത്തിലും ധ്യാനത്തിലും എല്ലായിടത്തും സാക്ഷിയായി നിലനിൽക്കുന്നത് ഈ ആത്മാവാണ്. തുരീയാവസ്ഥയിൽ വ്യക്തിബോധം ലയിക്കുന്നു. അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കാതെ പ്രജ്ഞ സർവവ്യാപിയായ ബ്രഹ്മബോധത്തിൽ ലയിക്കുന്നു. അതിനാലാണ് ഋഷികൾ പറയുന്നത്, അയം ആത്മാ ബ്രഹ്മ, എന്റെ ആത്മാവ് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന പ്രഖ്യാപനം അഹങ്കാരമില്ലാത്ത ഈ ബോധനിലയിൽ നിന്നു മാത്രമേ ഉദിക്കൂ. മറ്റുള്ള 3 നിലകളിൽ അനുഭവിക്കുന്നവനും അനുഭവവും തമ്മിൽ ഒരു ഭേദമുണ്ടാകും. പക്ഷേ തുരീയാവസ്ഥയിൽ അനുഭവവും അനുഭവിക്കുന്നവനും ഒന്നായി ലയിക്കുന്നു. ആ നിലയിലെത്തുന്നവന് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവയെല്ലാം ഒരേ സ്ക്രീനിൽ മാറി മാറി വരുന്ന ദൃശ്യങ്ങളുപോലെ തോന്നും. യാഥാർത്ഥ്യത്തിന്റെ പുറംചട്ടകൾ അപ്പോൾ മായയായി കാണപ്പെടും. ബാബാജി സമാപിച്ചു, കർമ്മത്തിനകത്തും അകർമ്മത്തിനകത്തും എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനാണ് യഥാർത്ഥ സന്യാസി. അവന് ലോകം ഒരു ഉണർന്ന സ്വപ്നമായി തോന്നും. മാറ്റങ്ങൾ അവനെ സ്പർശിക്കില്ല. അവൻ സൃഷ്ടിയുടെയും ലയത്തിൻ്റെയും ഉണർച്ചയുടെയും ഉറക്കത്തിൻ്റെയും ഏകസാക്ഷിയായി നിലകൊള്ളും. അവനാണ് പരമാർത്ഥം. അവനാണ് ആത്യന്തിക ഉണ്മ.
ബാബാജി സംസാരിച്ചു തുടങ്ങിയത് മനസ്സിനെക്കുറിച്ചാണ്. നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും നിറഞ്ഞ ഈ മനസ്സിനെ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന അപാര ഊർജ്ജസ്രോതസ്സുകളുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്നതാണ് ആ സംഭാഷണത്തിന്റെ കേന്ദ്രവിഷയം. സങ്കീർണമായ ആശയങ്ങൾ പോലും കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കഥകളിലൂടെ വിശദീകരിക്കുന്നതാണ് ബാബാജിയുടെ ശൈലി. അതിനാൽ തന്നെ അദ്ദേഹം ഒരു കഥയോടെ തന്റെ വിശദീകരണം ആരംഭിച്ചു. ഒരു തിരക്കേറിയ റോഡിന്റെ അരികിലൂടെ കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരം വലിച്ചു നീക്കുന്നതുപോലെ കഷ്ടപ്പെട്ട് നടന്നുവരുന്ന അതീവ ക്ഷീണിതനായ ഒരു വൃദ്ധൻ. ഓരോ ചുവടും അവന് വലിയ പ്രയാസമായിരുന്നു. അപ്രതീക്ഷിതമായി വലിയ ശബ്ദത്തോടെ ഹോൺ മുഴക്കി ഒരു കാർ അവന്റെ പിന്നിൽ വന്ന് നിർത്തി. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥ. അവസാന നിമിഷത്തിൽ വൃദ്ധൻ തിരിഞ്ഞു നോക്കി. അസാധാരണമായൊരു ചാടലിലൂടെ നടപ്പാതയിലേക്ക് മാറി. അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ബാബാജി ചോദിച്ചു, ഇത്രയും ക്ഷീണിതനായ ഒരാൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ എങ്ങനെ സാധിച്ചു? അവന് മുൻകൂട്ടി എന്തോ ഒരു സൂചന ലഭിച്ചിരിക്കണം. ഇപ്പോൾ തന്നെ മാറുക എന്ന സന്ദേശം ചിന്തകളിലൂടെയല്ല, നേരിട്ട് ശരീരത്തിലേക്ക് എത്തിയതുപോലെയായിരുന്നു അത്. അഡ്രിനലിൻ പെട്ടെന്ന് പ്രവർത്തിച്ചു. പേശികൾ ക്ഷണനേരം കൊണ്ട് പ്രതികരിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ്. ബുദ്ധിയുടെയോ ആലോചനകളുടെയോ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ല. ചിന്തിക്കാൻ സമയമെടുത്തിരുന്നെങ്കിൽ എനിക്കിത് കഴിയുമോ എന്ന സംശയം തന്നെ അവനെ നിശ്ചലനാക്കുമായിരുന്നു. അപ്പോഴേക്കും അപകടം സംഭവിച്ചേനെ. അടിയന്തര സാഹചര്യങ്ങളിൽ അന്നത്തെ നിമിഷത്തിൽ ആ വൃദ്ധൻ ബോധപൂർവമല്ലെങ്കിലും പ്രാപഞ്ചിക ഊർജ്ജസ്രോതസ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടു. ബാബാജി പറഞ്ഞു, അവബോധമില്ലാതെ ആ മനുഷ്യൻ അനുഭവിച്ചെടുത്തതിനെ ഒരു യോഗി ബോധപൂർവമായി കൈവശമാക്കുന്നു. മനസ്സിലെ അനന്തമായ അലകളും ചലനങ്ങളും നിയന്ത്രിക്കാൻ പഠിച്ചവനാണ് യോഗി. അങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമായ നിമിഷങ്ങളിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജപ്രവാഹം നേരിട്ട് സ്വീകരിക്കാൻ അവനു കഴിയും. പതഞ്ജലി യോഗസൂത്രത്തിലെ പ്രസിദ്ധമായ വാചകമായ യോഗഃ ചിത്തവൃത്തി നിരോധഃ എന്നതിൻ്റെ ആന്തരാർത്ഥം ഇതാണ്. യോഗം എന്നത് മനസ്സിലെ അശാന്തമായ ചലനങ്ങളെ ശമിപ്പിക്കലാണ്. അപ്പോൾ മാത്രമാണ് ജ്ഞാനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ആഴത്തിലുള്ള സ്രോതസ്സുകളിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. യോഗിക്ക് സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് മാത്രമല്ല, അവ അയക്കാനുള്ള ശേഷിയും ഒരു നാലാം മാനമായി ക്രമേണ വികസിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത് തലച്ചോറാണ്, മനസ്സിൻ്റെ ആധാരകേന്ദ്രം. യോഗശാസ്ത്രത്തിൽ ഇത് ആജ്ഞാചക്രമെന്നും സഹസ്രാരചക്രമെന്നും അറിയപ്പെടുന്നു. ചക്രം എന്ന പദം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഭ്രമണ സ്വഭാവം സൂചിപ്പിക്കാനാണ്. സൂക്ഷ്മദൃഷ്ടിയുള്ളവർക്ക് അവിടെ ഉണ്ടാകുന്ന ഊർജ്ജചലനങ്ങൾ വിവിധ നിറങ്ങളായി അനുഭവപ്പെടും. മൂലാധാരം മുതൽ വിശുദ്ധി വരെയുള്ള ചക്രങ്ങൾ നാഡീജാലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആജ്ഞയും സഹസ്രാരവും തലച്ചോറിലെ സൂക്ഷ്മഗ്രന്ഥികളായ പീനിയൽ ഗ്രന്ഥിയോടും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയോടും അടുത്ത ബന്ധത്തിലാണ് പ്രവർത്തിക്കുന്നത്. തുടർന്ന് ബാബാജി ലയയോഗം അഥവാ കുണ്ടലിനി യോഗം എന്ന അതിഗൂഢമായ വിഷയത്തിലേക്ക് കടന്നു. മൂലാധാര ചക്രത്തിൽ ചുരുണ്ട സർപ്പമായി പ്രതീകവൽക്കരിക്കപ്പെടുന്ന കുണ്ടലിനി ശക്തി എല്ലാ മനുഷ്യരിലും നിദ്രാവസ്ഥയിൽ നിലകൊള്ളുന്നു. യോഗ പരിശീലനമില്ലാത്തവരിൽ അത് നിഷ്ക്രിയമായി തുടരുന്നു. ഗുരുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ക്രമബദ്ധമായ ഉപദേശങ്ങളിലൂടെയാണ് ഈ ശക്തിയെ ഉണർത്താൻ സാധിക്കുക. ഉണർന്ന കുണ്ടലിനി ഓരോ ചക്രത്തിലൂടെയും ഉയർന്നു പോകുമ്പോൾ അവിടെയുള്ള തടസ്സങ്ങൾ നീക്കി പുതിയ ബോധനിലകളിലേക്ക് യോഗിയെ നയിക്കുന്നു. ചക്രങ്ങൾ തുറക്കുന്നതനുസരിച്ച് യോഗി കൂടുതൽ പ്രപഞ്ച ചൈതന്യത്തോട് ഏകീകരിക്കപ്പെടുന്നു. ഈ വഴിയിൽ പ്രകടമാകുന്ന അസാധാരണ ശേഷികളെയാണ് യോഗശാസ്ത്രം സിദ്ധികൾ എന്ന് വിളിക്കുന്നത്. അവസാനം കുണ്ടലിനി ശക്തി സഹസ്രാര ചക്രത്തെ സ്പർശിക്കുമ്പോൾ യോഗി പരിപൂർണതയിലെത്തുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മൂലസ്രോതസ്സുമായി സുതാര്യമായ ബന്ധം സ്ഥാപിക്കാൻ അവന് കഴിയും. അങ്ങനെയുള്ള ഒരാളെയാണ് സിദ്ധൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആജ്ഞാചക്രത്തെയും സഹസ്രാരചക്രത്തെയും കുറിച്ച് കുറച്ചു കൂടുതൽ വ്യക്തമാക്കാം.
ഈ രണ്ട് കേന്ദ്രങ്ങളും മനുഷ്യന്റെ ബോധവികാസത്തോടും ജ്ഞാനസമ്പാദനത്തോടും നേരിട്ട് ബന്ധമുള്ളവയാണ്. പുരികങ്ങളുടെ സംഗമസ്ഥാനത്തിന് തൊട്ടുപിന്നിലായി നെറ്റിത്തടത്തിന്റെ ഉൾഭാഗത്താണ് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത്. ത്രികൂടം, ഭൂമധ്യം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും പ്രതീകമായ ഭഗവാൻ ശിവന്റെ മൂന്നാം കണ്ണ് എന്ന ആശയം ഈ ചക്രത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമായി ഉപയോഗിക്കപ്പെടുന്നു. ഈ കേന്ദ്രം സജീവമാകുമ്പോഴാണ് യോഗി സാധാരണ ഗ്രഹണപരിധികളെ മറികടക്കുന്നത്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത തലങ്ങളിലുള്ള സൂക്ഷ്മശക്തികളെ തിരിച്ചറിയാനുള്ള കഴിവ് അവനിൽ വളരുന്നു. സൂക്ഷ്മദർശിനിയിലൂടെ ഒരു ചെറിയ ജലബിന്ദുവിനെ നോക്കുമ്പോൾ അതിനുള്ളിൽ അനേകം ചലനങ്ങളുള്ള സൂക്ഷ്മകണങ്ങളുടെ ലോകം തുറന്നു കാണുന്നതുപോലെ ആജ്ഞാചക്രമുണർന്ന യോഗിക്ക് മുന്നിൽ പ്രപഞ്ചത്തിന്റെ അഗാധതകൾ പതുക്കെ വെളിപ്പെടുന്നു. ഇതിലൂടെ സാധാരണ മനുഷ്യൻ കൈവരിക്കാത്ത തരത്തിലുള്ള അറിവുകൾ യോഗിക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ചിന്തകളെ സൂക്ഷ്മതരംഗങ്ങളായി മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള കഴിവും ഈ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാ ചക്രങ്ങളിലെയും പരമോന്നത കേന്ദ്രമാണ് സഹസ്രാരചക്രം. കുണ്ടലിനി ശക്തി ഈ കേന്ദ്രത്തിലെത്തി പൂർണ്ണമായി ഉണരുമ്പോൾ യോഗിക്ക് പ്രപഞ്ച ചൈതന്യവുമായി നേരിട്ടുള്ള ഏകീകരണം അനുഭവപ്പെടുന്നു. ഈ അവസ്ഥയാണ് സമാധി എന്ന് വിളിക്കുന്നത്. പുറമേ ലൗകികബോധമില്ലാത്തവരായി തോന്നുന്ന ചില മഹായോഗികൾ സമാധിസ്ഥിതിയിലെത്തുമ്പോൾ അതിവിപുലമായ ജ്ഞാനം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം ഇതാണ്. ശരിയായ ധർമ്മബോധം ലഭിക്കുമ്പോൾ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ആഴത്തിലുള്ള സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാലത്ത് പ്രവർത്തനരഹിതമാണെന്ന് കരുതപ്പെട്ടിരുന്ന പീനിയൽ ഗ്രന്ഥി ഇന്ന് ആധുനിക ഗവേഷണങ്ങളും യോഗശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്നതുപോലെ ആജ്ഞാ സഹസ്രാര കേന്ദ്രങ്ങളുടെ സജീവീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഈ ഊർജങ്ങളെ എങ്ങനെ സുരക്ഷിതമായി നിയന്ത്രിക്കണം എന്നത് പിന്നീട് വിശദമായി പഠിപ്പിക്കാമെന്ന് ബാബാജി പറഞ്ഞു. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കുണ്ടലിനി യോഗം ലൈംഗിക ഊർജങ്ങളെ അടിച്ചമർത്തുകയോ ബലപ്രയോഗത്തോടെ തടഞ്ഞുവെക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് അവയെ ശുദ്ധീകരിച്ച് ഉന്നത ബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് അതിൻ്റെ മാർഗം. വായനക്കാർക്കുള്ള ഒരു പ്രധാന മുന്നറിയിപ്പ്: ഇവിടെ പറഞ്ഞിരിക്കുന്ന സങ്കേതങ്ങൾ പ്രായോഗികമായി അഭ്യസിക്കേണ്ടവയാണ്. അവ പുസ്തകങ്ങളിലൂടെയോ പരോക്ഷ മാർഗങ്ങളിലൂടെയോ സുരക്ഷിതമായി പഠിപ്പിക്കാൻ കഴിയുന്നതല്ല. പൂർണ്ണ പരിചയവും വൈദഗ്ധ്യവുമുള്ള ഒരു ഗുരുവിൻ്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശമില്ലാതെ ഇത്തരം അഭ്യാസങ്ങൾ ശ്രമിക്കുന്നത് അപകടകരമായിരിക്കും. ബാബാജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, യോഗികൾ കൈകാര്യം ചെയ്യുന്ന ഊർജങ്ങൾ വൈദ്യുതിയേക്കാളും ആണവശക്തിയേക്കാളും ശക്തമാണ്. ഒരു ചെറിയ പിഴവ് പോലും ശരീരത്തെയും മനസ്സിനെയും ഗുരുതരമായി ബാധിക്കാം. ഞാനും ബാബാജിയും തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ ഞാനിവിടെ കുറിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കുണ്ടലിനി യോഗവുമായി ബന്ധപ്പെട്ട് അങ്ങ് എനിക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പലതും സങ്കല്പത്തിലൂടെയും ഭാവനയിലൂടെയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു സംശയം എന്നെ അലട്ടുന്നു. ഇങ്ങനെ ഭാവനയ്ക്ക് അധിക സ്വാതന്ത്ര്യം നൽകിയാൽ ഞാൻ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുത്തി ഒരു സ്വപ്നലോകത്തിലകപ്പെടില്ലേ? സങ്കല്പമെന്നത് മനസ്സിൻ്റെ വളർച്ചയാണോ അല്ലെങ്കിൽ തളർച്ചയാണോ? ദയവായി ഇതിലെനിക്ക് വ്യക്തത നൽകണം. ബാബാജി പറഞ്ഞു, സങ്കല്പം തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം. അതുകൊണ്ടുതന്നെ ഭാവനയും സങ്കല്പശേഷിയും മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറയാണ്. ഭാവനയുണ്ടാകുന്നത് രോഗബാധിതമായ മനസ്സിന്റെ ലക്ഷണമല്ല, മറിച്ച് ആരോഗ്യമുള്ള സജീവമായ മനസ്സിന്റെ അടയാളമാണ്. എന്നാൽ അത് നിയന്ത്രണമില്ലാതെ ഒഴുകിപ്പോകുമ്പോഴാണ് അപകടകരമാകുന്നത്. ശ്രദ്ധയോടും ബോധപൂർവമായ നിയന്ത്രണത്തോടും കൂടി ഉപയോഗിക്കുന്ന ഭാവന ഉന്നത ബുദ്ധിയുടെ അടയാളമാണ്. ശാസ്ത്രജ്ഞരായാലും കലാകാരന്മാരായാലും ഏതൊരു സൃഷ്ടിപരമായ രംഗത്തും മുന്നേറുന്നവരായാലും എല്ലാവരിലും ശക്തമായ ഭാവനാശേഷിയുണ്ടായിരിക്കും. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നതിനു മുമ്പേ ആ ചിത്രം മുഴുവനായും മനസ്സിൽ കാണുന്നില്ലേ? അതുപോലെ ഇന്ന് സമ്പന്നനായി ജീവിക്കുന്ന ഒരാൾ ദാരിദ്ര്യകാലത്ത് തന്നെ തൻ്റെ ഭാവിയിലുള്ള വീടും ജീവിതവും മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ആ സങ്കല്പങ്ങളാണ് പിന്നീട് പരിശ്രമത്തിലൂടെ യാഥാർത്ഥ്യമായത്. ഇത് ഭൗതിക ലോകത്തെക്കുറിച്ചാണ്. ഇനി സൂക്ഷ്മലോകത്തെക്കുറിച്ച് പറയാം. അവിടെ ഫലങ്ങൾ വൈകാതെ തന്നെ പ്രത്യക്ഷപ്പെടും. നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അദൃശ്യമായ സൂക്ഷ്മലോകത്തിൽ ഓരോ ചിന്തയും അതിൻ്റെ അടയാളം അവശേഷിപ്പിക്കുന്നു. ഒരാശയത്തെ നിറത്തോടും രൂപത്തോടും
ശക്തിയോടും കൂടി ആഴത്തിൽ ധ്യാനിച്ചാൽ അതിൻ്റെ ഒരു ശക്തരൂപം സൂക്ഷ്മതലത്തിൽ രൂപപ്പെടും. ഇങ്ങനെയാണ് മഹായോഗികൾ സദ്ഭാവനകളും അനുകൂല സങ്കല്പങ്ങളും സൃഷ്ടിച്ച് അവ മറ്റുള്ളവരിലേക്ക് പ്രേക്ഷണം ചെയ്യുന്നത്. എന്നാൽ ഒരു ചിന്തയെ ഭൗതിക രൂപത്തിലേക്ക് മാറ്റാനുള്ള ശേഷി അത്യുച്ഛാവസ്ഥയിലെത്തിയ വിരളം ചിലർക്കു മാത്രമേ ഉണ്ടാകൂ. അത്തരക്കാരെ ഒരിക്കലും കൈവശമുള്ള കൗശലങ്ങൾ കൊണ്ട് മായാജാലം കാണിക്കുന്നവരായി തെറ്റിദ്ധരിക്കരുത്. അവർ അപൂർവ സാഹചര്യങ്ങളിലല്ലാതെ തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കാറില്ല. അതുകൊണ്ട് നീ മനോഹരവും നന്മ നിറഞ്ഞതുമായ സങ്കല്പങ്ങൾ വളർത്തുക. ഉദാഹരണത്തിന്, ഒരു മനോഹരമായ പുഷ്പമോ നീലമോ സ്വർണമോ നിറഞ്ഞു പ്രകാശിക്കുന്ന ഓം എന്ന അക്ഷരമോ അകക്കണ്ണിൽ തെളിയിച്ച് പ്രഭാതങ്ങളിൽ ലോകത്തിനു മുഴുവൻ സന്തോഷവും ശാന്തിയും ആശംസിക്കുക. നിന്റെ ആഗ്രഹങ്ങളെ ഭാവനയിൽ വ്യക്തമായി കാണുക. അവ കൈവരിക്കാൻ നിനക്ക് കഴിയും. പക്ഷേ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന സങ്കല്പങ്ങൾ ഒരിക്കലും വളർത്തരുത്. അത് ആത്മീയ വികാസത്തിന് വലിയ തടസ്സമാകും. സന്തോഷമോ അസന്തോഷമോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അത് നീ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിർണായകം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ സങ്കല്പത്തെക്കുറിച്ചുള്ള എന്റെ സംശയങ്ങൾ ഏറെ മാറി. എന്നാൽ ധ്യാനിക്കുന്നവനും ധ്യാനവിഷയവും അഗാധ ധ്യാനത്തിൽ ഒന്നായി ലയിക്കും എന്ന യോഗവാക്യം എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു വൃക്ഷത്തെ ധ്യാനിച്ചാൽ എങ്ങനെയാണ് ഞാൻ ആ വൃക്ഷമായി തീരുക? ബാബാജി പറഞ്ഞു. പലരും ഈ വാക്യം തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാനത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് ഒരു വിഷയത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കൽ. രണ്ടാമത് ആ കേന്ദ്രീകരണത്തിൽ ദീർഘനേരം തുടർച്ച നിലനിർത്തൽ. മൂന്നാമത് സ്വയം മറന്ന് ധ്യാനവിഷയം മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. ഇതാണ് സമാധി. ഈ അവസ്ഥയിൽ ധ്യാനവിഷയത്തിന്റെ പുറമാവരണങ്ങൾ ക്രമേണ മാറി അതിന്റെ ആഴത്തിലുള്ള സത്യസ്വഭാവം ബോധ്യപ്പെടുന്നു. ജ്ഞാനയോഗത്തിന്റെ ദൃഷ്ടിയിൽ അനുഭവിക്കുന്നവനും അനുഭവവും രണ്ടായി നിലനിൽക്കുന്നില്ല, അവ ഒന്നാണ്. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. നീ ഓം എന്നതിൽ ധ്യാനം ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണടച്ച് സ്വർണ്ണ നിറത്തിലുള്ള ഓം എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു. ബാബാജി ചോദിച്ചു, ആ ഓം സങ്കൽപ്പിക്കുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ. എന്റെ മനസ്സ്. ബാബാജി പറഞ്ഞു, ഞാൻ എന്നതിൽ നിന്റെ ചിന്തകളും അനുഭവങ്ങളും വികാരങ്ങളും എല്ലാം ഉൾപ്പെടുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഉൾപ്പെടുന്നു. ബാബാജി പറഞ്ഞു, അപ്പോൾ നീ സങ്കൽപ്പിക്കുന്ന ഓമും ഞാനെന്ന് വിളിക്കുന്ന ചിന്തകളും രണ്ടും മനസ്സിന്റെ സൃഷ്ടികളല്ലേ? അവയെ വേർതിരിക്കുന്നത് ചിന്തകളാലുണ്ടാക്കിയ ഒരു കൃത്രിമമായ രേഖയല്ലേ? അനുഭവിക്കുന്നതിനും അനുഭവവും രണ്ടും ഒരേ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ബാബാജി. ആ കൃത്രിമമായ വേർതിരിവില്ലാതാകുമ്പോൾ ശേഷിക്കുന്നത് ചിന്തകൾ ഉയർന്ന് അസ്തമിക്കുന്ന ഒരു പ്രവാഹം മാത്രമാണ്. ആ പ്രവാഹത്തെ നിരീക്ഷിക്കുന്നവനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ തന്നെ ആ ചിന്താധാരയുടെ ഭാഗമാണെന്ന ബോധമുദിക്കുന്നു. അവിടെ നിന്നാണ് മനസ്സിൽ യഥാർത്ഥമായ ശാന്തി ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബോധപൂർവമായ പരിശ്രമങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ സ്വാഭാവികമായി ധ്യാനാവസ്ഥയിലേക്ക് ഒഴുകിപ്പോയി. ആ അവസ്ഥ എത്ര നേരം നീണ്ടുനിന്നുവെന്ന് എനിക്ക് കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല. ഒഴുകിയെത്തിയ ചിന്താതരംഗങ്ങൾ ഓരോന്നായി അവയുടെ സ്വത്വം നഷ്ടപ്പെടുത്തി അവ ഉദ്ഭവിച്ച ഉറവിടത്തിലേക്ക് തന്നെ ലയിച്ചു ചേർന്നതുപോലെയായിരുന്നു അനുഭവം. ആ ധ്യാനാവസ്ഥയിൽ നിന്ന് ഞാൻ തിരികെ എത്തിയപ്പോൾ വാക്കുകളാൽ വിവരിക്കാനാകാത്തത്ര ആഴമുള്ള ശാന്തിയും മൗനവും നിറഞ്ഞ ഒരു നിർവൃതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്റെ ആന്തരികാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ബാബാജി എനിക്ക് സംഭവിച്ച മാറ്റം തിരിച്ചറിഞ്ഞു. അദ്ദേഹം സാവധാനമായി പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നീ വേറിട്ടൊരു വ്യക്തിയല്ല, ചിന്തകളുടെ വിശാലമായ ആകാശത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ഈ ശാന്തതയിൽ നീ തുടർന്നും വിശ്രമിക്കൂ. ആ നിലയിൽ പരിധികളുള്ള ഞാനെന്ന ബോധം സ്വയം അലിഞ്ഞുപോകും. ഒടുവിൽ ശേഷിക്കുന്നത് ചിന്തകൾക്കും വിവേചനങ്ങൾക്കും അതീതമായ ശാശ്വത സമാധാനത്തിന്റെ സാരത്വം മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ബാബാജിയോട് ചോദിച്ചു, ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയെന്ന നിലയിൽ പ്രാണായാമത്തെക്കുറിച്ചാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ
അതെങ്ങനെ ഒരു യോഗിയെ സഹായിക്കുന്നു? ബാബാജി അതിന് മറുപടി നൽകി. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. പ്രാണായാമത്തെ വെറും ധ്യാനരീതിയോടോ യോഗാചാരങ്ങളോടോ മാത്രം ബന്ധപ്പെടുത്തി കാണുന്നതാണ് ആ തെറ്റ്. പ്രാണായാമം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ശാസ്ത്രമാണ്. ശരിയായ രീതിയിൽ അത് പ്രയോഗിച്ചാൽ യോഗികൾക്ക് മാത്രമല്ല ഏത് മനുഷ്യനും അതിൽ നിന്ന് ഗുണം നേടാൻ കഴിയും. അദ്ദേഹം തുടർന്നു. പ്രാണായാമത്തിന്റെ ചില സൂക്ഷ്മ രഹസ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ആത്മീയ വികാസത്തിനായി ഉപയോഗിക്കുന്ന പല വിദ്യകളും ഭൗതികക്ഷേമത്തിനും ഉപയോഗിക്കാവുന്നതാണ്. ആത്മീയത എന്നത് മോക്ഷത്തിലേക്കുള്ള യാത്ര മാത്രമല്ല. ധർമ്മം, അർത്ഥം, കാമം എന്നീ ജീവിതത്തിന്റെ 3 മേഖലകളുമായും അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യജീവിതത്തെ വൈദിക പാരമ്പര്യം 4 ആശ്രമങ്ങളായി വിഭജിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായ ബ്രഹ്മചര്യാശ്രമത്തിൽ ശിഷ്യൻ ഗുരുക്കന്മാരുടെ കീഴിൽ പഠനവും ആത്മനിയന്ത്രണവും അഭ്യസിക്കുന്നു. തുടർന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന് വിവാഹം, കുടുംബം, തൊഴിൽ തുടങ്ങിയ ഭൗതിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. ഈ കടമകൾ പൂർത്തിയാക്കി മക്കൾ സ്വതന്ത്രരാവുമ്പോൾ ഒരാൾ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് നീങ്ങുന്നു. ഈ ഘട്ടത്തിൽ ദമ്പതികൾ കൂടുതൽ ലളിതമായ ജീവിതം സ്വീകരിച്ച് ആത്മീയതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവസാന ഘട്ടമായ സന്യാസാശ്രമത്തിൽ ഒരാൾ ലോകബന്ധനങ്ങളിൽ നിന്ന് സ്വമേധയാ വിട്ടുനിൽക്കുന്നു. പ്രപഞ്ചത്തെയും അതിൻ്റെ സൂക്ഷ്മതലങ്ങളെയും ധ്യാനിച്ച് പരമസത്യത്തിൻ്റെ സ്വഭാവം അനുഭവത്തിലൂടെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ അവസ്ഥ. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സന്യാസം ഒരിക്കലും നിർബന്ധത്തിലൂടെ സ്വീകരിക്കേണ്ട ഒന്നല്ല എന്നതാണ്. ഗൃഹസ്ഥനായി തന്നെ ജീവിച്ചുകൊണ്ട് മഹത്തായ ആത്മീയ ഉയർച്ച നേടിയവരും ഉണ്ടായിട്ടുണ്ട്. ബാബാജി തുടർന്നു. പ്രാണായാമത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം ശ്വാസത്തെ ബലമായി അടയ്ക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതല്ല. മനുഷ്യ ശരീരത്തിലെ ജീവശക്തിയായ പ്രാണന്റെ പ്രവർത്തന രീതികളെ മനസ്സിലാക്കി അതിനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്ന വിദ്യയാണ് അത്. ശ്വസിക്കുന്ന വായുവല്ല പ്രാണൻ. ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ പ്രാപഞ്ചിക ഊർജമാണത്. ഈ ഊർജത്തെ ദൈനംദിന ജീവിതത്തിനും ആത്മീയ വികാസത്തിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആദ്യം ഭൗതിക ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിച്ച് പിന്നീട് അതേ പരിശീലനത്തിലൂടെ ആത്മീയതയിലേക്കു കടക്കുന്നതും സാധ്യമാണ്. പ്രാണായാമത്തിൻ്റെ തത്വങ്ങളും പ്രയോഗരീതികളും മനസ്സിലാക്കിയ ഒരാൾക്ക് പ്രാണന്റെ പ്രവാഹത്തെ സ്വാധീനിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ശരീരദിശയും ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായുള്ള പൊരുത്തം ഉറക്കത്തിൻ്റെ ഗുണമേന്മയെ സ്വാധീനിക്കുന്നതായി അനുഭവത്തിൽ കാണാം. യോഗശാസ്ത്രം പറയുന്നതുപോലെ മനുഷ്യ ശരീരത്തിൽ അനേകം സൂക്ഷ്മനാഡികൾ നിലനിൽക്കുന്നു. അവയിൽ പ്രധാനമായും 3 ഊർജ്ജപ്രവാഹ മാർഗങ്ങളാണ് നിർണായകം: സുഷുമ്ന, ഇട, പിംഗള. നട്ടെല്ലിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സുഷുമ്നയാണ് പ്രധാന ഊർജ്ജമാർഗം. അതിൻ്റെ ഇടതുവശത്താണ് ഇട, വലതുവശത്താണ് പിംഗള. ഈ 3 നാഡികളിലൂടെയുള്ള ഊർജ്ജ സമതുലിതാവസ്ഥയാണ് ശരീരമനസ്സുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഒരു പ്രത്യേക സമയത്ത് ശ്വാസം ഒരേ സമയം 2 നാസാരന്ധ്രങ്ങളിലൂടെയും ഒഴുകുന്നില്ല. ഏകദേശം ഓരോ മണിക്കൂറിലും ശ്വാസപ്രവാഹം ഒരു നാസാരന്ധ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു. ഈ ചക്രാത്മക മാറ്റത്തെ ബോധപൂർവം മനസ്സിലാക്കി ഉപയോഗിക്കുന്നവരാണ് യോഗികൾ. പ്രാണായാമം സ്ഥിരമായി അഭ്യസിക്കുന്നതിലൂടെ തലച്ചോറിൻ്റെ 2 അർദ്ധഗോളങ്ങളെയും ഉത്തേജിപ്പിക്കാനും അവയെ സമന്വയത്തോടെ പ്രവർത്തിപ്പിക്കാനും യോഗിക്ക് സാധിക്കുന്നു. ഇതിലൂടെ മനസ്സിൻ്റെ വ്യക്തതയും ആന്തരിക സന്തുലിതാവസ്ഥയും ക്രമേണ വികസിക്കുന്നു. ഞാൻ ചോദിച്ചു, മതാനുഷ്ഠാനങ്ങളിലും ആത്മീയ പാതയിലും വിശ്വാസത്തിന് യഥാർത്ഥത്തിൽ ഏതു സ്ഥാനമാണുള്ളത്? അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാമോ? ബാബാജി മറുപടി നൽകി. വിശ്വാസം പരിഹസിക്കപ്പെടേണ്ട ഒന്നല്ല. ശാസ്ത്രം ഉൾപ്പെടെ മനുഷ്യജീവിതത്തിലെ എല്ലാ മേഖലകളും ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ മേൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം തുടർന്നു. നിങ്ങൾ വിദ്യാലയത്തിൽ പഠിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എടുത്തു നോക്കൂ. പ്രപഞ്ചത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ നേരിട്ട് കണ്ടോ അനുഭവിച്ചോ അറിഞ്ഞതല്ല. ഉദാഹരണത്തിന്, സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നു എന്ന ആശയം നിങ്ങൾ സ്വീകരിക്കുന്നത് അതെഴുതിയ ശാസ്ത്രജ്ഞനെയും പുസ്തകത്തെയും വിശ്വസിച്ചുകൊണ്ടാണ്. കാലക്രമേണ വളർച്ചയോടെ ആ വിശ്വാസം ശരിയാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. അതുവരെ ആ അറിവിന് പിന്നിലുള്ള ബുദ്ധിയും അന്വേഷണവും നിങ്ങൾ ആദരവോടെ അംഗീകരിക്കുന്നു.
നേരിട്ട് കണ്ടിട്ടില്ല എന്ന കാരണത്താൽ മാത്രമൊരു സിദ്ധാന്തത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ബുദ്ധിമുട്ടല്ലേ? വിവേകമുള്ള ഒരാൾ ഉടനടി അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യില്ല. നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മാർഗം കണ്ടെത്തുന്നതുവരെ അവൻ ആ വിശ്വാസത്തോടൊപ്പം മുന്നോട്ടു പോകും. ഇത്തരത്തിലുള്ള തുറന്ന മനസ്സോടെയുള്ള വിശ്വാസമാണ് ആത്മാർത്ഥനായ ഒരു ധർമ്മ അന്വേഷിക്ക് ആവശ്യമായത്. മനുഷ്യന്റെ സാധാരണ ശേഷിക്കപ്പുറമുള്ള സത്യങ്ങളെക്കുറിച്ച് ഋഷിമാർ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്ക് സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവയെ നിരാകരിക്കേണ്ട സാഹചര്യം അപൂർവമായിരിക്കും. അതേസമയം അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അന്വേഷണം നടത്താതെ ഒരു കാര്യത്തെ തള്ളിക്കളയുന്നത് ജ്ഞാനത്തിലേക്കുള്ള വഴിയിൽ ഒരാൾ സ്വയം മതിൽ പണിയുന്നത് പോലെയാണ്. നേരിട്ട് അനുഭവിക്കാനാകാത്തതിനെ മുൻകൂട്ടി നിഷേധിച്ചാൽ പിന്നീട് അതിനെ അന്വേഷിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതാകും. ബാബാജി പറഞ്ഞു, വേദാന്തം ആരോഗ്യകരമായ സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉപനിഷത്തുക്കളിൽ പലതും ഗുരുശിഷ്യ സംവാദങ്ങളായോ ഋഷികൾ തമ്മിലുള്ള ചർച്ചകളായോ ആണ് രൂപപ്പെട്ടത്. അവ തർക്കത്തിനു വേണ്ടിയുള്ള വാദങ്ങളല്ല, ഒരു സത്യത്തിന്റെ ആഴം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ സംയുക്ത പരിശ്രമങ്ങളാണ്. ഇത്തരം സംവാദങ്ങൾ അന്വേഷകന്റെ ബുദ്ധിയെ മൂർച്ഛപ്പെടുത്തുന്നു. സൂക്ഷ്മവും ഗഹനവുമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവ വളർത്തുന്നു. അദ്ദേഹം പിന്നെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ചൂണ്ടിക്കാട്ടി. ശ്രദ്ധ എന്ന സംസ്കൃത പദം പലപ്പോഴും മലയാളത്തിൽ വിശ്വാസം എന്നാക്കിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ടും ഒരേ അർത്ഥമല്ല. ശ്രദ്ധ എന്നത് ഒരിടത്ത് സൂക്ഷ്മമായി കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ്. ഒരാൾ തന്റെ ശ്രമങ്ങൾക്ക് നൽകുന്ന സ്നേഹപൂർണമായ കരുതലാണത്. സ്വന്തം ലക്ഷ്യം കൈവരിക്കാനുള്ള കഴിവിൽ ഉറച്ച ആത്മവിശ്വാസമുള്ളവനെ നിഷേധചിന്തകളും സംശയങ്ങളും എളുപ്പത്തിൽ തളർത്തുകയില്ല. അവൻ ദൃഢനിശ്ചയത്തോടെ ഫലം ലഭിക്കുന്നതുവരെ തന്റെ ശ്രമങ്ങളിൽ ഉറച്ചുനിൽക്കും. അതിനാലാണ് വിശ്വാസത്തിന് പർവ്വതങ്ങളെപ്പോലും നീക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നത്. അത്തരം വിശ്വാസം വിവേകത്തെ നിരാകരിക്കുന്നതല്ല, മറിച്ച് വിവേകത്തിന് കരുത്ത് നൽകുന്നതാണ്. നേരിട്ട് മനസ്സിലാക്കിയും അനുഭവിച്ചും വിശ്വാസത്തെ പരീക്ഷിക്കൂ. അപ്പോൾ സംശയങ്ങളും നാസ്തിക ചിന്തകളും ക്രമേണ അകന്നുപോകും. ഒരാൾ തുരീയാവസ്ഥയിലേക്ക് അടുക്കുമ്പോഴാണ് സംശയമില്ലാത്ത ഉറപ്പുദിക്കുന്നത്. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യണേ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.